എല്ലാവർക്കും നമസ്കാരം. എളുപ്പത്തിലൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. 6 വലിയ പീസ് ചിക്കൻ, ഏകദേശം 800 ഗ്രാം ചിക്കനും 3 കപ്പ് അരിക്കുള്ള റൈസാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ചുവട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി എടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിക്കാം. 2 മീഡിയം സൈസ് സവാള നല്ല കനം കുറച്ച് അരിഞ്ഞത് കൈ കൊണ്ട് ഇതുപോലെ ആദ്യം ഒന്ന് ഞെരടിയെടുക്കുക. അതിനുശേഷം നല്ല ചൂടായിട്ടുള്ള എണ്ണയിലോ വെളിച്ചെണ്ണയിലോ ഇട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് കോരി മാറ്റി വയ്ക്കാം. എണ്ണയിലിട്ടതിന് ശേഷം ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ ഇത് മാറ്റി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് നിരത്തി ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും ആ എണ്ണയെല്ലാം വലിഞ്ഞ് നല്ല ക്രിസ്പി ആയി കിട്ടും. മസാല തയ്യാറാക്കാൻ ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 2 തക്കാളി ചെറുതായി മുറിച്ചിട്ട് കൊടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് ഇരിക്കുകയാണ്, അല്ലാതെ നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണയോ എണ്ണയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഒരു 2 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി, 10 വെളുത്തുള്ളി, 4 മുതൽ 6 വരെ പച്ചമുളക് ചെറുതായി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പേസ്റ്റ് പോലെ അരച്ചിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്നങ്ങ് വഴറ്റി കൊടുക്കുക. എണ്ണ ഒഴിക്കാതെ വഴറ്റുന്നതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ വെച്ച് കൊടുക്കണം. കുറച്ച് സമയം എടുക്കും. ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വഴറ്റി എടുക്കാം. ഏകദേശം 800 ഗ്രാം അടുപ്പിച്ച് 6 പീസ് വലിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. വലിയ പീസായി മുറിച്ച ബിരിയാണി പീസസാണ് എടുത്തിട്ടുള്ളത്. ഇത് ഈ നന്നായി വഴണ്ടു വന്നിട്ടുള്ള ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ ഒന്ന് അടച്ച് വയ്ക്കുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുമ്പോഴേക്കും ചിക്കൻ്റെ ആ ഒരു കളറൊക്കെ മാറി ഒരു വൈറ്റ് കളറായി വന്നിട്ടുണ്ടാവും. ആ സമയത്ത് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. ബിരിയാണിയിലേക്കുള്ള മസാല വീട്ടിൽ പൊടിച്ചെടുത്തതാണ്. പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ജീരകം, സ്റ്റാർ, ജാതിപത്രി ആണ് ചേർത്തിട്ടുള്ളത്. ഷാജീരകവും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി പൊടിച്ചെടുത്ത മസാലയാണ്. ഇതൊരു 1.5 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ അത്യാവശ്യം ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച സവാളയിൽ നിന്ന് ഒരു 1/4 ഭാഗം ചേർത്ത് കൊടുക്കുക. കുറച്ച് സവാള മാത്രം ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് നോക്കി ചേർത്ത് കൊടുക്കണം. തക്കാളി ഓൾറെഡി ചേർത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം പുളി ഉണ്ടാവും. അപ്പോൾ പുളിയില്ലാത്ത തൈര് നോക്കി 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് ഇത് നന്നായി വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് വേറെ കൂടുതൽ സ്പൈസസോ ഒന്നും ചേർക്കണില്ല. ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ചെറിയ തീയിൽ തന്നെ അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് കൊണ്ട് നന്നായി വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം. ചുവട് കട്ടിയുള്ള പാത്രത്തിൽ വെച്ചാൽ ഇത് അടിയിലൊന്നും പിടിക്കാൻ ചാൻസ് ഇല്ല. ചിക്കനിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി കറക്റ്റായി തന്നെ അത് വെന്ത് കിട്ടും. ഏകദേശം 15 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് തന്നെ ഇത് കുക്ക് ചെയ്തിട്ടെടുക്കാം. ചിക്കൻ വേവുന്ന സമയത്ത് വേറൊരു ചുവട് കട്ടിയുള്ള പാത്രത്തിൽ അരി വേവിച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തൊന്ന് ചൂടാക്കി അതിലേക്ക് ഒരു 4 ഏലക്കായ,
ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 4-5 ഗ്രാമ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്കൊരു വെള്ളം ചേർത്ത് കൊടുക്കണം. 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളം, 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ജീരകശാല കൈമ അരിയാണ് എടുത്തിട്ടുള്ളത്, 3 കപ്പാണ് എടുത്തിട്ടുള്ളത്. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊന്ന് മുന്തി നിന്നാലാണ് ചോറ് വെന്ത് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ടാവുള്ളൂ. നന്നായി കഴുകി ഊറ്റിയെടുത്തിട്ടുള്ള ചോറ് നന്നായി തിളച്ച വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. വെള്ളം തിളക്കാതെ അരി ചേർത്ത് കൊടുക്കരുത്. തിളച്ച വെള്ളത്തിലേക്ക് അരി ചേർത്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. അരി ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ഒന്ന് കൂട്ടി വയ്ക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അടച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക. ഏകദേശം ഒരു 7 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ എടുക്കും ഈ അരി നന്നായി വെന്ത് കിട്ടാൻ. ഇടയ്ക്ക് ഇതും ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതിരിക്കാൻ നോക്കണം. നല്ല ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുക്കണം. കട്ടി കുറയും തോറും ഇത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തീ ഒരിക്കലും കൂട്ടി വയ്ക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായി വേവിച്ചെടുക്കുക. ഏകദേശം ഒരു 7 മിനിറ്റിന് ശേഷം അരി നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് മസാലയും നന്നായി കുക്കായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി മസാല ഇട്ട അതേ പാത്രത്തിലേക്കാണ് നമ്മൾ ദം ചെയ്തെടുക്കുന്നത്. ദം ചെയ്തെടുക്കാൻ വേണ്ടി ഇതിന് മുകളിലേക്ക് ചോറിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഇതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഫ്രൈഡ് ഓനിയൻ ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഡബിൾ ലെയർ ആയിട്ടൊക്കെ ദം ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് മസാല മാറ്റി വെച്ച് കുറച്ച് ചോറിട്ട് അതിന് മുകളിലേക്ക് മസാല ഇട്ടിട്ടും ചെയ്തെടുക്കാം. മുഴുവൻ ചോറ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസ് ഇട്ട് കൊടുക്കണം. കാഷ്യൂനട്ടും കിസ്മിസും ഒന്നും എണ്ണയിൽ വറുത്തിട്ടില്ല, അല്ലാതെ തന്നെ ഡയറക്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കിസ്മിസും ഇട്ട് കൊടുക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൈഡ് ഓണിയനും ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി അതിന് മുകളിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർക്കാം. ഒട്ടും എയർ കയറാതെ നല്ലപോലെ അടച്ച് വെച്ച് ദം ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനൊരു ഫോയിൽ പേപ്പർ യൂസ് ചെയ്ത് ഇതുപോലെ നന്നായി കവർ ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 15 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് ദം ചെയ്തിട്ടെടുക്കാം. മുകളിലേക്കും അടിയിലേക്കും നന്നായി ചൂട് കിട്ടിയിട്ട് ദം ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ സാധാരണ മൈദയൊക്കെ വെച്ച് അടച്ച് മുകളിൽ കനലും താഴെ തീയുമായിട്ട് ദം ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഏകദേശം 15 മിനിറ്റ് ദം ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ് കൂടി ബിരിയാണി വെച്ചതിന് ശേഷമാണ് തുറന്നിട്ടുള്ളത്. കുറച്ച് നേരം ബിരിയാണി അതിൽ വെച്ച് തുറക്കുമ്പോഴാണ് ഒരു ബിരിയാണിയുടെ ഫ്ലേവറൊക്കെ നന്നായി സെറ്റായി ടേസ്റ്റൊക്കെ നന്നായി അറിയാൻ പറ്റുന്നത്. കുറച്ച് നേരം ബിരിയാണി തയ്യാറാക്കിയിട്ടും ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ തന്നെ വിളമ്പുന്നതിനെക്കാട്ടിലും ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളമ്പുന്നതാണ് നല്ലത്. അപ്പോൾ 30 മിനിറ്റിന് ശേഷമാണ് ഞാൻ തുറന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്, നല്ല ഫ്ലേവർഫുള്ളാണ്. ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ല സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ബിരിയാണി എല്ലാവരും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക്